നമ്മളിന്ന് വന്നേക്കുന്നത് ഒരുപാട് ഇലക്ട്രിക് ഓട്ടോകൾ ദിനം പ്രതി ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ കാരണം എന്താണെന്നറിയോ? കൂടി വരുന്ന ഡീസൽ ചെലവും അതുപോലെ തന്നെ നമ്മുടെ റോഡുകളുടെ സാഹചര്യം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ ഇതിനൊക്കെ കുറിച്ച് അറിയാനായിട്ട് ഞാൻ എൻ്റെ സുഹൃത്തായ നമ്മുടെ മോണ്ട്ര ഇലക്ട്രിക് ഓട്ടോയിൽ വർക്ക് ചെയ്യുന്ന നമ്മുടെ പ്രിൻസിനെ കണ്ടുമുട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അവനെ കുറിച്ച് അറിയായിരിക്കും. നമുക്ക് അവനോട് തന്നെ ചോദിച്ചു നോക്കാം. അപ്പൊ മച്ചാനെ, കുറെ നാളുകളായി നമ്മൾ കണ്ടിട്ട്, എങ്ങനെയുണ്ട് ഈ ഒരു എന്താണ് ഈ ഇലക്ട്രിക് ഓട്ടോ എടുക്കാൻ മെയിൻ ആയിട്ട് ആൾക്കാർ ഉദ്ദേശിക്കുന്നത് ഈ ഒരു കാലഘട്ടത്തില്? നിലവില് ഇന്ധനത്തിന്റെ ചെലവ് പ്ലസ് ഇപ്പൊ പിന്നെ നിയമങ്ങളിലും ഭേദഗതികൾ വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. മീറ്റർ ഇട്ടാലേ ഓടിക്കാൻ പറ്റുള്ളൂ എന്നുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പൊ ആൾക്കാരെ സംബന്ധിച്ച് ഈ ഡീസലും അടിച്ച് ഈ വൺ സൈഡ് പോയി ആൾക്കാർ ഇറക്കി അത്രയും ദൂരം കാര്യം അടിച്ച് വരുമ്പോൾ ഡീസൽ അടിക്കുന്ന പൈസക്ക് അവർക്ക് അത് വൈകുന്നേരം വീട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള പൈസ മിച്ചം ഉണ്ടാവുന്നില്ല. അതാണ് ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട് അവരെ സംബന്ധിച്ച്. പിന്നെ അത് കാരണം ഇപ്പൊ ഒരു ഗുണം ഉണ്ടായിക്കണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുതൽ ആൾക്കാർക്കും ഇപ്പോൾ ഇലക്ട്രിക്കലിലേക്ക് മാറുന്നുണ്ട്. കാരണം എടുത്തിട്ടുള്ളവരുടെ അഭിപ്രായം കേട്ടിട്ടാണ് ഭൂരിഭാഗം ആൾക്കാർ ഇപ്പോ ഇലക്ട്രിക്കലിലേക്ക് വരുന്നതും. അതുപോലെ തന്നെ നമുക്ക് ഇനിയുള്ള കാലം ഇനി മുന്നിലേക്ക് നോക്കുകയാണെങ്കിൽ ഡീസൽ ആണോ ഇലക്ട്രിക് ആണോ CNG ആണോ മുതലാവും ആൾക്കാർക്ക്? ഇപ്പോൾ CNG ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ 1 കിലോ അടിക്കാൻ ഏകദേശം ഡീസൽ പൈസ അടുത്തേക്ക് തന്നെയായി. പിന്നെ അതിൽ കൂടി ഒരു മാറ്റമുള്ളത് ഡീസൽ 1 ലിറ്റർ അടിക്കുന്നേക്കാളും 1 കിലോ CNG അടിക്കുമ്പോൾ ഒരു 10 കിലോമീറ്റർ മൈലേജ് കിട്ടുന്നുണ്ട്. പക്ഷെ അതിനനുസരിച്ച് ഇപ്പോൾ CNG വണ്ടികൾ സെൻസർ ടൈപ്പ് ആയത് കാരണം അത് ലോക്കൽ വർക്ക്ഷോപ്പിൽ അത് പണിയിക്കാൻ പറ്റില്ല. ഷോറൂമിലേക്ക് തന്നെ പോകണം. ആ ഒരു ബുദ്ധിമുട്ടുള്ളത് കാരണം മെയിൻ്റെനൻസ് പൈസ കൂടും. ഒരു സ്ഥലത്ത് നമുക്ക് ലാഭം വരുന്നത് മറ്റേ സ്ഥലത്ത് നമുക്ക് കണ്ടീഷനാണ്. അതൊക്കെ വെച്ച് നമ്മുടെ ഇലക്ട്രിക് വണ്ടി ആകുമ്പോൾ കസ്റ്റമേഴ്സിന് 1 കിലോമീറ്റർ ഓടാൻ ഒരു 50 പൈസ മുതൽ ഒരു രൂപ അടുത്ത വരുന്നുള്ളൂന്നാണ്. വിത്ത് മെയിൻ്റെനൻസ് കോസ്റ്റ് അടക്കം. മറ്റുള്ള വാഹനങ്ങളിൽ മെയിൻ്റെനൻസ് കോസ്റ്റ് വേറെ പോകും കയ്യിൽ നിന്ന്. അതെ. അപ്പോൾ അതായത് ഇലക്ട്രിക്കിലേക്ക് വരുമ്പോൾ എന്ന് പറയുമ്പോൾ സിമ്പിളായിട്ട് ആൾക്കാർ ഇപ്പോൾ നിലവിൽ ഉപയോഗിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ എടുക്കാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിലും വരുമ്പോൾ മിച്ചം കുറച്ച് പൈസ പോക്കറ്റിൽ വേണം. ആ ഒരു ഉദ്ദേശത്തിലാണ് വരുന്നത്. പിന്നെ കംഫർട്ടബിൾ ആയിട്ടുള്ള റൈഡ് വേണം. ആൾക്കാർ ഇപ്പോൾ കുണ്ടും കുഴിയൊക്കെ ഇപ്പോൾ നിലവിൽ ഇപ്പോൾ ആ ഒരു കാര്യത്തിൽ നമുക്കിപ്പോൾ ആപ്പേ മേടിച്ചിട്ട് ഇപ്പോൾ ആൾക്കാർ ബാലൻസ് റാഡ് വെക്കണ പോലെ നമുക്കും ഇപ്പോൾ നിലവിൽ ബാലൻസ് റാഡിന്റെ സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ അതിലും ആൾക്കാർ കംഫർട്ടബിൾ ആണ് അത് വെച്ച് കഴിയുമ്പോൾ. പിന്നെ നിലവിൽ ഇപ്പോൾ ഇലക്ട്രിക് കൂടുതലും ആൾക്കാർ ചോദിച്ചു വരുന്ന കാരണം കുറെ സ്കീമുകളും നമുക്കിപ്പോൾ വന്നിട്ടുണ്ട്. അതെന്തെല്ലാം സ്കീമുകളാണ്? അത് നമ്മുടെ വണ്ടിക്കല്ലോ ഇലക്ട്രിക്? അത് ഇലക്ട്രിക് വണ്ടി എടുക്കുമ്പോൾ നിലവിൽ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുദ്ര ലോൺ സൗകര്യമാണ് മെയിൻ ആയിട്ട് വരുന്നത്. അതിപ്പോ കേരള ഗ്രാമീൺ ബാങ്കിലാണെന്നുണ്ടെങ്കിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലാണെന്നുണ്ടെങ്കിൽ പരിപാടി നമുക്ക് സുഗമമായിട്ട് തന്നെ നടക്കും. അതിപ്പോ ഒരു ആൾക്ക് മിനിമം എത്ര രൂപ ഉണ്ടെങ്കിൽ ഇറക്കാൻ പറ്റും? അത് നമുക്ക് ഇപ്പോൾ ഒരു 70,000 രൂപയുണ്ടെന്നുണ്ടെങ്കിൽ, അതായത് മുദ്ര ലോണിന്റെ സ്കീം എങ്ങനെയാ വരിക വെച്ചിട്ടുണ്ടെങ്കിൽ 20% കസ്റ്റമർ 80% ബാങ്കാണ് വരും. അപ്പോൾ 4 ലക്ഷത്തിന്റെ ഒരു 20% എന്ന് പറയുമ്പോൾ നമുക്ക് 80,000 രൂപ ഇറക്കാൻ പറ്റും. അപ്പൊ ആ ഒരു പൈസ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇറക്കാം. ഇനി അഥവാ ഇനി ഡൗൺ പേയ്മെന്റിന്റെ ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, നമുക്ക് സിബിൽ കുഴപ്പമില്ലാത്ത അവസ്ഥയാണെന്നുണ്ടെങ്കിൽ, നമുക്ക് നല്ല രീതിയിൽ സിവിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ 0 ഡൗൺ പേയ്മെന്റിലും വണ്ടി ഇറക്കാം. 1 രൂപ ഇല്ലാണ്ട് നമുക്ക് ഈ കാണുന്ന വെഹിക്കിള് സ്വന്തമാക്കാനുള്ള ഒരു സുവർണാവസരം കൂടെ ഈ 2025 മാർച്ചിൽ നിങ്ങൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതെ, അത് നമ്മളിപ്പോ ഒരു മാസമായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ 0 ഡൗൺ പേയ്മെന്റിൽ വണ്ടി ഇറക്കാം എന്നുള്ള കണ്ടീഷനായി ഇപ്പൊ നമുക്ക് ഇപ്പോൾ ലോട്ട് ഓഫ് എൻക്വയറീസും കാര്യങ്ങളും വരുന്നുണ്ട്. എറണാകുളം തൃശ്ശൂരാണെന്നുണ്ടെങ്കിലും നമുക്കത് ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷെ 0 ഡൗൺ പേയ്മെന്റിന്റെ കേസ് ഉണ്ടെന്നുണ്ടെങ്കിലും നമ്മള് മുദ്രയും ചെയ്യുന്നുണ്ട്, 0 ഡൗൺ പേയ്മെന്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ആൾക്കാരുടെ ഒരു ഡൗൺ പേയ്മെന്റിനനുസരിച്ചിട്ടാണ് നമുക്ക് ചെയ്ത് പെട്ടെന്ന് തന്നെ ഫാസ്റ്റ് ആയിട്ട് ഡെലിവറിയും കാര്യങ്ങളൊക്കെ കൊടുക്കാം. അതിപ്പോ മുദ്ര ലോൺ ആണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോ കേരള ഗ്രാമീൺ ബാങ്കുകളിൽ രാവിലെ പേപ്പർ വർക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു 48 മണിക്കൂറിനുള്ള ഒരു ലോൺ സാങ്ഷനിങ് ചെയ്യുന്നുണ്ട്. സ്റ്റേറ്റ് ബാങ്കിലാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇൻസ്പെക്ഷൻ ഉണ്ടാവും. അപ്പൊ ഒരു 1 വീക്കിൽ സ്റ്റേറ്റ് ബാങ്കും പാസ് ചെയ്ത് പെട്ടെന്ന് തന്നെ വണ്ടി ഇറക്കി കൊടുക്കാൻ പറ്റും. അത് ഏത് കളർ വേണമെങ്കിലും നിങ്ങൾ ഡെലിവറി ഫാസ്റ്റ് ആയിട്ട് ചെയ്യും. ഇതൊക്കെയാണ് നമ്മുടെ മെയിൻ ആയിട്ട് കാര്യം പറയണത്. ഇനി നമുക്കൊരു ചേട്ടൻ, അതായത് മോണ്ട്ര ഇലക്ട്രിക് ഓട്ടോ എടുത്തുള്ള ഒരു കസ്റ്റമർ, 1 കൊല്ലം യൂസ് ചെയ്തിട്ടുള്ള ഒരാളുടെ യൂസർ എക്സ്പീരിയൻസ് നമുക്ക് ചോദിച്ചു നോക്കണ്ട പോയിട്ട്. എനിക്ക് വേറൊരു സംശയമുണ്ട്. നമ്മുടെ ഡീസൽ വണ്ടിയായിട്ടും അതുപോലെ തന്നെ ഇലക്ട്രിക് വണ്ടിയായിട്ടും ആ ഒരു മെയിൻ്റെനൻസിനെ കുറിച്ച് നമുക്ക് ചേട്ടനോട് തന്നെ ചോദിച്ചാൽ, 1 കൊല്ലത്തിന് ശേഷം ചേട്ടന് ഈ ഓടിച്ചിട്ട് ഇത് മുതലായിട്ട് ലോണാ എങ്ങനെയാണ് ചേട്ടനത്? ലോണൊക്കെ എനിക്ക് കറക്റ്റ് ആയിട്ട് അടച്ചു പോകുന്നുണ്ട്, ബുദ്ധിമുട്ടുണ്ടായില്ല. ആ സമയം ഒരു ഡീസൽ വണ്ടി ആയിരുന്നെങ്കിൽ എളുപ്പമല്ല ഇന്നത്തെ കാലത്തോടാൻ. കാരണം ഇന്നത്തെ കാലത്ത് അത്രയും ബുദ്ധിമുട്ടാണ്. എന്താ വെച്ചാൽ റോഡിൽ ബ്ലോക്ക് കൂടി പ്രശ്നങ്ങളും ഓട്ടങ്ങളും മൊത്തത്തിൽ കുറവാണ്. വണ്ടികളെല്ലായിടത്തും യൂബർ ചേട്ടൻ അറ്റാച്ച് ചെയ്യുന്ന നോർമലായിട്ട്. അപ്പൊ ചേട്ടൻ കണ്ടതിൽ സന്തോഷം. ശരി ചേട്ടാ. അപ്പൊ ഇനിയുള്ള കാലം ഇലക്ട്രിക് ഓട്ടോ ആണോ ഡീസൽ ഓട്ടോ ആണോ CNG ഓട്ടോകളാണോ ഭരിക്കാന്ന് നിങ്ങൾ താഴ്ന്ന് കമന്റ് ചെയ്തോളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്തോളൂ, ഷെയർ ചെയ്തോളൂ, സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ കൂടുതൽ വീഡിയോസിനായിട്ട്. എങ്ങനെയുണ്ട്? പൊളിയല്ലേ?